Hi dears, welcome back to my channel. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെർമിസെല്ലി കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാൻ റോസ്റ്റഡ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. 400 ഗ്രാം ആണത്. പിന്നെ കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ബീൻസ് ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില, 2 മുട്ട, മാഗിയുടെ 3 ക്യൂബ്സ്. ഇത്രയും കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ബീൻസും ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യൂബ്സ് ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താൽ മതി. ചെറുതായി ഒന്ന് വഴന്നു കഴിയുമ്പം ഞാൻ ആ ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്തത് കൊണ്ട് ഈ ഒരു ടൈമിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറും 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടാലും മതി. വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കോട്ട് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായി ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതില്ലാന്ന് വെച്ചും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് വേറൊരു വലിയ കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മുഴുവൻ മെൽറ്റായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായി അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് വെർമിസെല്ലി എന്ന ന്യൂ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.